ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു വെജ് പുലാവാണ്. അത് സിമ്പിളായിട്ട് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഈ ഒരു പുലാവ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. നമ്മൾ ബസ്മതി അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കഴുകി ഒരു 10-15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റിന് ശേഷം ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്കിതിനൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 8-10 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുന്നേ ഉള്ളൂ, നല്ല പേസ്റ്റൊന്നും ആവുന്നില്ല. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3-4 ഗ്രാമ്പൂ, 3 ഏലക്ക ഒന്ന് ചതച്ചത്, പിന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു പട്ട പൊട്ടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സവോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ബീൻസും 1 ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സെൻറ്റിമീറ്റർ നീളം വരും. അപ്പോൾ എനിക്ക് കുറച്ച് എണ്ണ കുറവായി തോന്നിയോണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 2-3 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അരി നമുക്ക് വേറെ വേറെ കിട്ടും വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ അതൊന്ന് ചെയ്ത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ഞാൻ 2 കപ്പ് തിളയ്ക്കുന്ന വെള്ളം 1 കപ്പ് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് ചേർക്കുന്നില്ലെങ്കിൽ ചൂടുവെള്ളം 1 കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല തിള വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിലൊക്കെ വന്നതായി, ഇപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നല്ല വേറിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അരി വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ അടിഞ്ഞൊന്നും പോവാതെ നല്ല സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കോളിഫ്ലവറും പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല ഒരു ലഞ്ച് ഓപ്ഷനാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ ആക്കി കൊടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ പനീർ കറിയോ അല്ലെങ്കിൽ ദാൽ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടാർ ഐറ്റമാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.